ഭാഷാ പഠനം. ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മലയാള ഭാഷയിലെ പഠനം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഒരു സമൂഹത്തിൻ്റെ അറിവും സംസ്കാരവും അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ സഹായിക്കുന്നത് ഭാഷാ പഠനത്തിലൂടെയാണ്. ഭാഷ പഠിക്കാതിരുന്നാൽ സാംസ്കാരികമായി തന്നെ നാം പിന്നിലാവും. നമ്മുടെ മൂല്യങ്ങൾക്ക് അത് കാരണമാകും. ഒരു വ്യക്തിയുടെ ചിന്ത വികസിപ്പിക്കുന്നത് മാതൃഭാഷയിലൂടെയാണ്. കേൾക്കുക, പറയുക, വായിക്കുക, എഴുതുക എന്നീ അടിസ്ഥാന ശേഷികൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ചിന്തയുടെയും അതുവഴി ബുദ്ധിയുടെയും വികാസം മാതൃഭാഷാ പഠനത്തിലൂടെയാണ് സംഭവിക്കുന്നത്. പഠനം എന്നത് ബൗദ്ധികമായ ഒരു പ്രക്രിയയാണ്. ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന മാനസിക പ്രക്രിയകൾ നടക്കുന്നുണ്ട്. ഓർമ്മിക്കുക, തിരിച്ചറിയുക, പൊരുത്തപ്പെടുക, ബന്ധിപ്പിക്കുക, താരതമ്യം ചെയ്യുക, തരംതിരിക്കുക, തിരഞ്ഞെടുക്കുക, വിശകലനം ചെയ്യുക, ക്രമീകരിക്കുക, യുക്തിപൂർവ്വം ചിന്തിക്കുക, ന്യായീകരിക്കുക, സംഗ്രഹിക്കുക, ഊഹിക്കുക, സമർപ്പിക്കുക, പ്രവചിക്കുക, പ്രായോഗികമായ ചോദ്യങ്ങൾ ഉന്നയിക്കുക, വ്യാഖ്യാനിക്കുക, ശരിയാക്കുക, പുനരാവിഷ്കരിക്കുക, ഭാവനയിൽ കാണുക, ആസ്വദിക്കുക, സൃഷ്ടിക്കുക, നിഗമനത്തിലെത്തുക, ക്രോഡീകരിക്കുക, വിമർശനാത്മകമായി ചിന്തിക്കുക എന്നിവയാണ് ഭാഷാ പഠന ലക്ഷ്യങ്ങൾ. നമ്പർ 1, ജീവിത സന്ദർഭങ്ങളിൽ ഭാഷ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിന്. നമ്പർ 2, സ്വർഗാത്മികമായി ഭാഷ പ്രകടിപ്പിക്കുന്നതിന്. നമ്പർ 3, ആസ്വദിക്കുന്നതിന്. നമ്പർ 4, ഭാഷയും സംസ്കാരവുമായി ബന്ധപ്പെട്ട അംശങ്ങൾ സ്വാംശീകരിക്കുന്നതിന്. നമ്പർ 5, ഭാഷാജ്ഞാനം പ്രയോജനപ്പെടുത്തി അറിവ് ആർജിക്കുന്നതിനും നേടിയ അറിവ് പകർന്നു നൽകുന്നതിനും. നമ്പർ 6, ഭാഷയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും അന്വേഷിക്കുവാനും ഭാഷയെ സ്നേഹിക്കുവാനുമുള്ള മനോഭാവം വളർത്തുവാനും വേണ്ടി. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുതേ.